ഒരു നമ്മുടെ വേദികളൊന്നും സാധാരണ കാണാത്ത ഒരു വിഷയം എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഭൂമിയിലെ മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉഡായിപ്പാണ്, ഏറ്റവും വലിയ വഞ്ചനയാണ്, തട്ടിപ്പാണ്. ഇന്നും തുടരുന്ന ആ ഭീമമായ വഞ്ചനയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം ഇവിടെ സമയം കുറേ വൈകിപ്പോയി. 3 മണിക്ക് വെച്ചിരുന്നത്, ഇപ്പോൾ നീട്ടിപ്പിടിച്ചു പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് കുറേ സംക്ഷിപ്തമായി സംസാരിക്കുന്നുള്ളൂ. ഭാഷയും ദൈവിക വചനങ്ങളും. ഞാൻ നമ്മുടെ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞത് ദൈവിക വചനങ്ങളാണ്, ഭാഷയും ദൈവിക വചനങ്ങളെന്നാണ് പറഞ്ഞത്. പക്ഷേ അടിച്ചു വന്നപ്പോൾ അത് ദൈവിക വചനമായി. കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതിലെ ശീലം അതായതുകൊണ്ട് ഭാഷയും ദൈവിക സന്ദേശങ്ങൾ എന്നാണ് ഞാൻ അധികം പറയുള്ളൂ. ഭാഷയും ദൈവിക സന്ദേശങ്ങളും. ആ ഭൂമിയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. നമുക്ക് ഈ ഭാഷയും ദൈവിക വചനങ്ങൾ വരുമ്പോഴേ ശരിക്കും വിശദീകരിക്കാനുണ്ട്. ആദ്യം നമുക്ക് ഭാഷയെ തൽക്കാലം മാറ്റിവെച്ച് കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. പിന്നെ ദൈവിക വചനങ്ങൾ എന്താണെന്ന് നോക്കാം. 2 തരം മതങ്ങളാണുള്ളത്, ബഹുദൈവ മതങ്ങളും ഏകദൈവ മതങ്ങളും. ആദ്യമുണ്ടാവുന്നത് ബഹുദൈവ മതങ്ങളാണ്, പിന്നീട് ഏകദൈവ മതങ്ങൾ വരുന്നു. ഈ കഴിഞ്ഞ 5000 വർഷം തൊട്ടാണ് ഈ മതങ്ങളും ദൈവങ്ങളും പിശാചും സ്വർഗവും നരകമൊക്കെയുള്ള ആ ഒരു വിശ്വാസ സംഹിത മനുഷ്യൻ്റെ ചരിത്രത്തിൽ രൂപപ്പെട്ടു വരുന്നത്. 5000 വർഷം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൂർവികർ നമ്മുടെ ശിലായുഗ ജീവിതത്തിൽ നിന്ന് ഉയർന്ന് സിവിലൈസ്ഡ് ഇന്നത്തെ നാഗരികതയിലേക്ക് വരുന്ന കാലമാണ്. ആ കാലത്താണ് നാഗരികത സിവിലൈസേഷൻ വരുന്നതും അതോടൊപ്പമായിട്ട് തന്നെ ഇന്നത്തെ ദൈവങ്ങളും മതങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത്, ഈ പട്ടികയിൽ ആദ്യം വരുന്നത് ബഹുദൈവ മതങ്ങളാണ്. ബഹുദൈവ മതങ്ങൾക്ക് പ്രത്യേകത നമുക്കറിയാം. അവിടെ ഒരൊറ്റ ദൈവമല്ല, പല പല ദൈവങ്ങളാണ്. ഒരു പുസ്തകമല്ല, പല പുസ്തകങ്ങളാണ്. അവർക്കൊരു പ്രവാചകനില്ല. ഉദാഹരണത്തിന് ഹിന്ദുമതം, ഇഷ്ടം പോലെ ദൈവങ്ങൾ, അതുപോലെ പുസ്തകങ്ങൾ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അതാണ് ഈ ബഹുദൈവ മതങ്ങളുടെ പ്രത്യേകത. ബഹുദൈവ മതങ്ങൾ ഏകദേശം ഒരു 2000 വർഷത്തോളം തുടർന്ന് പിന്നീടാണ് കഴിഞ്ഞ 3000 വർഷം തൊട്ടാണ് ഏകദൈവ മതങ്ങൾ വരുന്നത്. അപ്പോൾ സ്ഥിതി മാറി. ഏകദൈവ മതങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഒരു പുസ്തകം. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അതിൻ്റെ രൂപീകരണം എങ്ങനെയാണ്? ദൈവം അത് എന്നുവെച്ചാൽ അതിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ദൈവം ഒരു പ്രത്യേക സമൂഹത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അയാളാണ് പ്രവാചകൻ. ആ മനുഷ്യന് അയാൾ ഗുഹയിൽ വെച്ചെന്നൊക്കെ അയാൾ പറയുന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ദൈവം സന്ദേശങ്ങൾ കൊടുക്കുന്നു, വചനങ്ങൾ കൊടുക്കുന്നു, ആജ്ഞകൾ കൊടുക്കുന്നു, ജീവിക്കേണ്ട നിർദ്ദേശങ്ങൾ, അങ്ങനെ ഒരു പട്ടിക കൊടുക്കുന്നു. അത് ഈ പ്രവാചകൻ എന്ന് പറയുന്ന അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ വിതരണം ചെയ്യുന്നു. പിന്നീട് ഈ വചനങ്ങളുടെ സമാഹാരമാണ് നാം ഇന്ന് കാണുന്ന ഏകദൈവ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ. ഖുറാനും അതിൻ്റെ ഓർഡർ അനുസരിച്ചാണെങ്കിൽ ആദ്യം ബൈബിള്, അതിൽ പഴയ നിയമം ജൂതന്മാരുടെ, പുതിയ നിയമം ക്രിസ്ത്യാനികളുടെ, പിന്നെ ഖുറാൻ. അനവധി പ്രവാചകരുണ്ട് ആ ബൈബിളിൽ. പക്ഷേ ഇസ്ലാം മതത്തിൽ വരുമ്പോൾ അതിലൊറ്റ പ്രവാചകനുള്ളൂ. ഇതെല്ലാം അതായത് നമ്മളിപ്പോൾ അവസാനമുണ്ടായ മതം എന്ന നിലയിലാണ് നമ്മൾ ഇസ്ലാം മതത്തെ അധികം ആശ്രയിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിലുള്ളത് മുഴുവനും ദൈവം മനുഷ്യന് അവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതിൻ്റെ സമാഹാരമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. ഇതാണ് നാം ഇനി പരിശോധിക്കുന്നത്. ഇത് ഭൂലോക ഉഡായിപ്പാണ്, തട്ടിപ്പാണ്, വഞ്ചനയാണ്, ഇപ്പോഴും തുടരുന്ന വഞ്ചനയാണ്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ദൈവം തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാ ദൈവിക വചനങ്ങൾ? നമുക്കതിൻ്റെ ഉൾവശങ്ങളിലേക്ക് കുറച്ച് നേരം കടന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
ഇവിടെ നമ്മളതിൽ കടക്കും മുമ്പേ ഒരു അതിപ്രധാനമായൊരു കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നാം ഇപ്പോൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഇത് 2025 ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഭൂതകാലത്ത് പോയി ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഈ വിഷയം, ഈ പറയുന്ന കാര്യം അനവധി വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു കാലത്ത് എൻ്റെ പ്രസക്തി മങ്ങാത്തതുകൊണ്ടാണ് പറയുന്നത്. നാം ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യരെ നമുക്ക് ഒരിക്കലും ഭൂതകാലത്ത് പോയി ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഭൂതകാലം കഴിഞ്ഞു പോയി. ഇനി നമുക്ക് ഭാവിയിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അതിന് വരാതിരിക്കുന്നുള്ളൂ. നമുക്ക് അത് വരുമ്പോഴേക്കും നമുക്ക് സീറ്റില്ല. അപ്പോൾ എന്താ പ്രശ്നം? നമുക്ക് വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. നാം ജീവിക്കുന്ന കാലം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വർത്തമാനകാലം മാത്രമാണ്. അപ്പോൾ ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നാം തന്നെ നിരവധി അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ അറിവുകളുടെ അതുകൊണ്ടാണ് നാം ഈ മൈക്കും ആ മൊബൈലും ആ ക്യാമറയും എല്ലാ സാധനങ്ങളും നമ്മുടെ അറിവാണ്. ആ അറിവിൽ നിന്നാണ് നാം ഇതൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ അറിവുകൾ നാം ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കണം. അത് ഭൂതകാല മനുഷ്യർക്ക് വേണ്ടിയല്ല, അവരില്ല. ഇനി ഭാവികാല മനുഷ്യർക്ക് വേണ്ടിയാണ്, അവരും ഇല്ല. കാരണം അവർക്ക് നമ്മുടെ അറിവൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് നാം ഈ അറിവുകൾ സ്വീകരിച്ച് സംശീകരിക്കുമ്പോഴാണ് നാം ഇന്നത്തെ മനുഷ്യരാകുന്നത്. എപ്പോൾ അപ്ഡേഷൻ വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നാം ഈ പ്രക്രിയ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിന്തിച്ചു നോക്കണം, ചിന്തിക്കണം. നമുക്ക് വേണ്ടി നാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾ നാം സ്വീകരിച്ചില്ലെങ്കിൽ ഭൂതകാല അറിവുകൾ നമ്മെ കയറിപിരിക്കും. അങ്ങനെ കയറിപിരിക്കുന്ന ഭൂതകാല അറിവുകളാണ് ദൈവം, മതം, സ്വർഗം, നരകം, പിശാച്, അങ്ങനെ പോകുന്ന പട്ടിക. കാരണം ഇത് ഭൂതകാല മനുഷ്യരുടെ വർത്തമാനത്ത് എല്ലാവർക്കും വർത്തമാന കാലമുള്ളതെന്ന് പറഞ്ഞു. ആ വർത്തമാന കാലത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ നിർമ്മിച്ചതാണ് ആ സംഗതികൾ. ദൈവം, സ്വർഗം, നരകമൊക്കെ അത് അവരുടേതാണ്. അവർ മരിച്ചുപോയി, പക്ഷെ അറിവ് അവിടെ നിൽക്കുന്നു. അതിങ്ങോട്ട് വലിച്ചിടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി നാം ഇഷ്ടം പോലെ അറിവുകൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വീകരിക്കാൻ ഭൂരിപക്ഷം പേർക്കും തയ്യാറല്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം പേരും ഭൂതകാല അറിവുകളെ സംശീകരിക്കുന്നു. അവിടെയാണ് നമ്മുടെ പരാജയം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പോൾ നമുക്കിതിൽ ഏറ്റവും ആധുനികമായൊരു കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ ഡൽഹി സ്ഫോടനം, പിന്നെ കാശ്മീർ സ്ഫോടനം, ഇതൊക്കെ നോക്കുക നിങ്ങൾ. ഭൂതകാല അറിവുകളാണത്. ഇസ്ലാമിൻ്റെ കൊലക്കൈയായിട്ട് പ്രവർത്തിച്ചത്. ഈ കാലത്ത് ജീവിക്കുന്ന ഡോക്ടർമാർ, അതാണ് ഇപ്പോൾ പുതിയൊരു വാക്ക് വന്നല്ലോ, വൈറ്റ് കോളർ ടെററിസം. പുതിയൊരു വാക്കാണത്. വൈറ്റ് കോളർ ക്രൈം ഉണ്ടായിരുന്നു, അതിന് മേലെ ഇപ്പോൾ പുതിയൊരു വാക്ക് വന്നിട്ടുണ്ട്, വൈറ്റ് കോളർ ടെററിസം. അതായത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇപ്പോൾ ചെയ്തത് എന്താ കാര്യം? കാരണം അവരെ ഭരിക്കുന്നത് ഭൂതകാല അറിവുകളാണ്. അതാണ് പ്രശ്നം. കൂടുതൽ ചിന്തിക്കുക നിങ്ങൾ. ഞാൻ ഇത്രയും ആ ഒരു പടി മാത്രമേ വെട്ടിവിടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഭാഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഭാഷ എന്ന് പറയുന്നത് പരിപൂർണമായും മനുഷ്യനിർമ്മിതമാണ്. ഭാഷ എന്നത് പരിപൂർണമായും മനുഷ്യനിർമ്മിതമാണ്. ഒരു പക്ഷേ കേൾക്കുമ്പോൾ അത് ഒരു അവിശ്വസനീയമായി തോന്നാം. അങ്ങനെ വേണ്ട. അത് നമ്മുടെ പരിണാമ ചരിത്രത്തിലൂടെ, സാംസ്കാരിക ചരിത്രത്തിൽ കടന്നു പോകുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. ഭാഷ നാം തന്നെ നിർമ്മിച്ചതാണ്, മനുഷ്യനിർമ്മിതമാണ്. ഭാഷ വാങ്മയ ചിത്രങ്ങളാണ്. വാങ്മയം അതായത് വാക്ക് കൊണ്ടുള്ള ചിത്രങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ഇപ്പോൾ അനിൽകുമാർ അനിൽകുമാർ എന്നെ തല്ലിയത് ഞാൻ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാനും. അനിൽകുമാർ എന്നെ തല്ലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അനിൽകുമാറിൻ്റെ ചിത്രം വന്നില്ലേ? അനിൽകുമാർ എന്നെ കുനിച്ചുകുത്തി കൂമ്പിനിടിക്കുന്ന ചിത്രം വന്നില്ലേ? ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞു, ചിത്രം വന്നില്ലേ? എന്താണത്? ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നേരത്തെയുള്ള ആശയങ്ങളെ തുറക്കുന്നതാണ് സംഗതി. ഓരോ പദങ്ങളും അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അത് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണത്. വാക്കുകൊണ്ടുള്ള ചിത്രം നിർമ്മിക്കലാണ്. വാക്കുകളിലേക്ക്, ആശയങ്ങളിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് പദങ്ങൾ. ഭാഷ രൂപപ്പെടുന്നത് എങ്ങനെയാണ്?
നമ്മുടെ മനസ്സ് നാം എല്ലാവരും ചിന്തിക്കുമ്പോൾ ആശയങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെയാണ് പ്രധാനം. മനുഷ്യൻ ചിന്തിക്കുന്നു, ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ചിന്തിക്കാനുള്ള കഴിവ് ഭൂമിയിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. കാരണം പരിണാമത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം മാത്രമാണ് പരിധി വിട്ട് വളർന്നത്. നമ്മുടെ ഈ പറയുന്ന സെറിബ്രം അത് അനവധി തവണ പലതരത്തിൽ വികസിച്ചു വന്നു. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് അത് വികസിച്ചു വന്നത് മനുഷ്യനിൽ മാത്രമാണ്. മറ്റൊരു ജീവിയിലും അത് വികസിച്ചു വന്നിട്ടില്ല. അവിടെയാണ് മനുഷ്യന് ചിന്തിക്കാനുള്ള അവസരങ്ങളുള്ളത്. ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റ കിട്ടണമെങ്കിൽ 13.8 ചാനലിൽ ഒരു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചെയ്ത ഒരു ഇതുപോലത്തെ ക്ലാസ് ഉണ്ടായി. അതിലേക്ക് ഒന്ന് കയറിയാൽ മതി. കുറച്ച് ഡാറ്റകൾ കുറച്ചും കൂടി കിട്ടും. അപ്പം ഞാൻ അതിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അതിൻ്റെ സൂചക തന്നത്. സംഗതി മനുഷ്യന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആശയങ്ങൾ രൂപപ്പെടുന്നു, അറിവുകൾ രൂപപ്പെടുന്നു. ചിന്തിച്ചുകൊണ്ടാണ് മനുഷ്യൻ അറിവ് ഉൽപ്പാദിപ്പിച്ചത്. അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് ചിന്തിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ അറിവുകൾ നാം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് പ്രാചീന കാലത്ത് നാം ജീവിക്കുന്നത് കൂട്ടങ്ങളായിട്ടാണ്. ഈ കൂട്ടങ്ങളിൽ പലരും എല്ലാവരും ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ആശയങ്ങൾ രൂപപ്പെടുകയും ഈ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കണം. അതിന് നമ്മൾ ശബ്ദത്തെ ഉപയോഗിച്ചു. ഒരാശയത്തിന് ഒരു ശബ്ദമുണ്ട്. ഈ ശബ്ദമാണ് നമ്മൾ പദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാക്ക് എന്നൊക്കെ പറയുന്നത്. ഈ പദങ്ങളുടെ സമാഹാരമാണ് ഭാഷ. ഈ തരത്തിൽ ലോകത്ത് 7000-ലധികം ഭാഷകളുണ്ട്. ഇത് തന്നെ ഒരു ദൈവത്തെയും ഒക്കെ നിഷേധിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇത്രയധികം ഭാഷ വന്നെന്ന് ചിന്തിച്ചാലേ, മനുഷ്യൻ ആഫ്രിക്കയിലാണ് പരിണമിച്ചു വന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ 60,000 വർഷത്തിന് തൊട്ട് ഇങ്ങനെ പുറത്തേക്ക് കിടക്കുന്നത്. അങ്ങനെ പല ഭൂഖണ്ഡങ്ങളിലായിട്ട് മനുഷ്യൻ വ്യാപിക്കുകയാണ്. എല്ലാ ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കകളിലും ആസ്ട്രേലിയയിലൊക്കെ വ്യാപിക്കുന്നു. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നാം വ്യാപിച്ചിട്ട് അവിടെ ജീവിതം ആരംഭിക്കുമ്പോൾ ഈ ചിന്തകൾ ചിന്തിക്കുകയും അതുപോലെ അറിവ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നു. അപ്പോൾ ഓരോ സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആശയങ്ങൾക്ക് ശബ്ദരൂപം കൊടുക്കുന്നു. ഈ ശബ്ദരൂപം തന്നെയാണ് ഭാഷയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ നിന്ന് 7000-ലധികം ഭാഷകളുള്ളത്. ഇന്ത്യയിൽ തന്നെ 700-ലധികം ഭാഷകളുണ്ട്. അപ്പോൾ ഇത് രൂപപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഭാഷ രൂപപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഞാനൊരു പരിണാമശാസ്ത്രം കുറച്ചൊക്കെ പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഏതൊരു സംഭാഷണത്തിൽ ഈ പരിണാമം കടന്നു വരും. മൊത്തത്തിൽ പരിണാമം തന്നെയാണ് എല്ലാം. അതുകൊണ്ട് ആണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കുക. 50,000 വർഷത്തോളമായി നമ്മുടെ ഈ ഭാഷ രൂപപ്പെട്ടു വന്നിട്ട് 50,000 വർഷത്തോളം. പക്ഷേ അതിന് മുമ്പ് ഒരു 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാഷാ രൂപീകരണത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് നമ്മുടെ തലച്ചോറിൽ. ഇവിടെ കാരണം ഈ ഭാഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക ഒരു ആശയത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പടിയാണിത്. ഈ പടി കൂടെ കടന്നു പോയെങ്കിലാണ് ഇവിടെ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മനസ്സിലാവുള്ളൂ. ഭാഷയുടെ രൂപീകരണത്തിന് വൈയാകരണം ആ തരത്തിലൊന്നും പോകുന്നില്ല. അതിൻ്റെ രൂപീകരണത്തെ കുറച്ച് ആശയങ്ങൾ നമുക്ക് മനസ്സിലാവണം. എന്തെങ്കിലും നമുക്ക് ഏറ്റവും വലിയ വഞ്ചന എന്താണെന്ന്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വഞ്ചന എന്താണെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഭാഷയെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഭാഷാ രൂപീകരണം 2 ലക്ഷം വർഷം തൊട്ട് അതിൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ സെറിബ്രൽ കോർട്ടെക്സിലുള്ള ഒരു ജീനുണ്ട്. നമ്മുടെ 7ാമത്തെ ക്രോമസോമിലാണ് ആ ജീൻ. അതിന് ഫോക്സ് P2 എന്ന് പറയും. ആ ജീനിന് കഴിഞ്ഞ 2 ലക്ഷം വർഷത്തിന് ഇപ്പുറത്ത് വെച്ച് ചെറിയ 2 മ്യൂട്ടേഷനുകൾ സംഭവിച്ചു. അതിൻ്റെ ഫലമായി നമ്മുടെ ബ്രെയിനിൽ ചില റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നു. അങ്ങനെയാണ് ഭാഷാ കേന്ദ്രങ്ങളായ ഈ വെർണിക്കാസ് ഏരിയ ബ്രെയിനിലുള്ളതാണ് ഇവിടെ. അതൊക്കെ പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അതുപോലെ ബ്രോക്കാസ് ഏരിയ, വെർണിക്കാസ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതാണ് നമ്മുടെ ഭാഷാ കേന്ദ്രങ്ങൾ. അത് ഈ ഏറ്റവും മുകൾ ഭാഗത്താണ് ഉള്ളത്. നമ്മുടെ ചിന്തിക്കുന്ന ഈ ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലാണ് ആ ഭാഗങ്ങളൊക്കെ ഉള്ളത്. അതോടുകൂടിയിട്ടാണ് ഭാഷാ രൂപീകരണത്തിലേക്ക് വഴി തുറക്കുന്നത്. പക്ഷേ ഭാഷ വരുന്നത് കഴിഞ്ഞ 50,000 വർഷം തൊട്ടാണ്. 40,000 വർഷം തൊട്ട് ശരിക്കും ഭാഷ വന്നിട്ടുണ്ട്. എന്നാലും ശ്രദ്ധിക്കണം, ഇന്നത്തെ വ്യാകരണബദ്ധമായ ഭാഷയൊന്നല്ല, അതിൻ്റെ ആദിമ രൂപങ്ങളാണ്. ഇനി നമ്മുടെ മലയാളത്തിൻ്റെ അവിടേക്ക് വന്നാലേ, ഇപ്പം നിങ്ങൾ പലരുടെ കയ്യിലും ശബ്ദതാരാവലി കാണും. മലയാളത്തിൻ്റെ നമ്മുടെ നിഘണ്ടുവാണത്. 1500-ലധികം പേജുള്ള
ഒരു നിഘണ്ടുവാണത്, ശ്രീകണ്ഠേശ്വരത്തിൻ്റെ. അതിൽ കുറേ മലയാള പദങ്ങളുണ്ട്, സംസ്കൃത പദങ്ങളുണ്ട്, മറ്റു ഭാഷയിൽ വന്ന പദങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നാം നിർമ്മിച്ചതാണ് അതെല്ലാം. ഇതൊക്കെ ശ്രീകണ്ഠേശ്വരൻ 1930കളിലാണ് അതിൻ്റെ സമാഹാരം തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, നാമാണ് ഭാഷ നിർമ്മിച്ചത് എന്ന ആശയത്തിന് ബലപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം വെച്ചാൽ ഇത് ഭാഷ തുടർച്ചയൊരു വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാഷ എന്നുള്ളത്. ഇപ്പോൾ പുതിയൊരു പദം ഞാൻ പറഞ്ഞുതരാം. ഒരു അടിപൊളി എന്നൊരു പദം 1975 കാലത്തില്ല. 80 തൊട്ട് അത് പതിയെ വരാൻ തുടങ്ങി. എന്താ കാരണം? ചിന്തയിലൂടെ പുതിയൊരു ആശയം നിർമ്മിക്കുന്നതിന് വേണ്ടി പദങ്ങൾ വേണം. അപ്പോൾ എന്താണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അതൊരു സമസ്ത പദമാണ്. 2 പദങ്ങളുണ്ട്. അടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രഹരം നടത്തുന്നുണ്ട്, അടിഭാഗം നടത്തുന്നുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ നോണാന്ന് അർത്ഥം, പിന്നെ പൊളിഞ്ഞു പോയി നടത്തത്തിലെടുക്കാം. 2 പദങ്ങളാണ്. പക്ഷേ കൂട്ടിച്ചേർത്ത പുതിയൊരു പദമാക്കിയപ്പോൾ അടിപൊളിയായി. എന്താ അർത്ഥം? കേമം അല്ലേ? അടിപൊളി ഷർട്ട്, അടിപൊളി മൊബൈൽ എന്നൊക്കെ പറയില്ലേ? കേമമായത് നടത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതെന്ന് വെച്ചാൽ ഇത് നാം ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഭാഷ എന്നുള്ളത് മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്, അത് വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു വാക്ക് നോക്ക്, ഇപ്പോൾ പുതിയ വന്നൊരു വാക്കാണ് തന്തവൈബ് എന്ന് പറഞ്ഞാൽ ഒരു ചാരികസരിട്ട് ഇരിക്കുന്ന ഒരു കാർന്നോര്, ആ കാർന്നോരുടെ ആശയത്തിനനുസരിച്ച് കാര്യങ്ങൾ പോയില്ലെങ്കിൽ അങ്ങേര് കോപിക്കും. അപ്പോൾ ആ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ ആ അറിവിനെ സൂചിപ്പിക്കാനുള്ള ഒരു പദമാണ് തന്തവൈബ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ഭാഷ എന്നുള്ളത് പരിപൂർണമായും നാം നിർമ്മിക്കുന്നതാണ്, സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തട്ടിപ്പിൻ്റെ താക്കോല് തുറന്നുതരാം, വാതല തുറന്നുതരാം. ഏത് ഭാഷയിൽ ഇപ്പോൾ 7000-ഓളം ഭാഷയുണ്ടല്ലോ. ഈ സാധനം ഇനി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നിങ്ങൾ കേട്ടിട്ട് ഉത്തരമൊന്നും പറയണ്ട, ചിന്തിച്ച് വീട്ടിൽ പോയി കൊണ്ടുപോകുക. ഇവിടെ നിർത്തുകൊണ്ട് നോക്കോ, എന്നിട്ട് വീട്ടിൽ പോയി ചിന്തിക്കുക, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഭാഷ ഏത് ഭാഷയിലായാലും ശരി, ഏത് ഭാഷയായിക്കോട്ടെ, ഭാഷയിൽ ദൈവം എന്ന പദം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഉണ്ടോ? ചിന്തിച്ചാൽ മതി. ഭാഷയിൽ ദൈവം എന്ന പദം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഉണ്ടോ? ഇപ്പോൾ പറയേണ്ട ഉത്തരം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണത്. ഇവിടെ പറയുന്നത് കേട്ടിട്ട് മുഴുവനായിട്ട് എടുക്കണ്ട, ചിന്തിച്ചാൽ മതി. ദൈവം ഉണ്ടോ? ഞാൻ എൻ്റെ ഉത്തരം പറയാം. ദൈവം ഇല്ല. ഭാഷയിൽ ദൈവം എന്ന പദം വരുന്നതിന് മുമ്പ് ദൈവമില്ല. കാരണം ഭാഷ നിർമ്മിച്ചത് നാമാണ്. ആശയങ്ങൾ നിർമ്മിക്കുന്നു, ആശയങ്ങൾക്കുള്ള ശബ്ദരൂപമാണ് ഭാഷ, അല്ലെങ്കിൽ അതിൻ്റെ പദങ്ങൾ. ആ പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകളുടെ സമാഹാരമാണ് ഭാഷ. ഇത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഭാഷയിൽ ദൈവം എന്ന പദം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ദൈവം വരുന്നത് കഴിഞ്ഞ 5000 വർഷം തൊട്ടാണ്. അതിന് മുമ്പുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തോ, അവിടെയൊന്നും ദൈവം ഇല്ല, ആ വാക്കില്ല. ഭാഷയുണ്ട്, പക്ഷേ ഭാഷയിൽ ആ വാക്കില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ 5000 വർഷം തൊട്ട് ഇത് വരുന്നു, അതിന് മുമ്പില്ല. ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഈ വിശദീകരണത്തിലാണ് ഇതിൻ്റെ ഈ ഉഡായിപ്പ് കെടുക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ വഞ്ചന എന്നതിൻ്റെ കെടുക്കുന്നത് അവിടെയാണ്. എന്തുകൊണ്ടാണ് 5000 വർഷം മുമ്പ് ദൈവം എന്ന പദം ഭാഷയിലില്ലാത്തത്? ദൈവം ഉണ്ടെങ്കിലല്ലേ ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് അതിന് ഗുട്ടൻസ് എടുക്കുന്നത്. എങ്ങനെ പ്രവാചകന്മാർ നമ്മളെ പറ്റിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാം. ഇവിടെ വെച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്. ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം ഞാൻ തന്നെ പറയാം, എന്നാലും നിങ്ങൾ നാം എല്ലാം എന്തിന് ജീവിക്കുന്നു? വല്ലപ്പോഴൊക്കെ ഒന്ന് ചിന്തിക്കണം. എന്തിനാണ് ചോദിക്കുന്നത്? എൻ്റെ ഉത്തരം ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാണ്, തിന്നാനാണ് എൻ്റെ ഉത്തരം. ആ ഉത്തരം തന്നെ ശരിയാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. പല വീക്ഷണങ്ങളുണ്ട്. ഇപ്പം ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വിട്ടിരിക്കുകയാണ്. ഇവിടെ നന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഹൂറികൾ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നാം ജീവിക്കുന്നത്. അതൊരു മതപരമായ ഉത്തരം. പിന്നെ അടുത്ത തലമുറയെ നിർമ്മിക്കാനാണ് എന്നുള്ളത് വേറൊരു ഉത്തരം. ഇതൊക്കെ 2, 3, 4, 5ാമത്തെ ഉത്തരങ്ങളാണ്. പ്രഥമമായ ഉത്തരം ഭക്ഷണം കഴിക്കാനാണ്. ഉദാഹരണം പറഞ്ഞുതരാം, വ്യക്തമാക്കി തരാം. ഈ മൈക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നത്? അതിന് എനർജി വേണം. ഈ ഫാൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്? എനർജി വേണം. ഈ വാച്ച് പ്രവർത്തിക്കുന്നതിനും എനർജി വേണം. ഏതൊരു സാധനം പ്രവർത്തിക്കുന്നതിനും എനർജി വേണം, ഊർജം വേണം. മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നതിന് ഊർജം വേണം. അതാണ് പ്രാഥമികം. നമുക്ക് വെള്ളം കോരി കുടിച്ചാലോ മണ്ണ് വാരി തിന്നാലോ ഒന്നും ഊർജം കിട്ടില്ല, എനർജി കിട്ടില്ല. ഇവിടെ
അസലായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്നുള്ള എനർജി കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, പണി കിട്ടും. എനർജി ഉണ്ടെങ്കിൽ ശരീരം സംഘടിച്ച് നിൽക്കും, യോജിച്ച് നിൽക്കും. എനർജി ഇല്ലെങ്കിൽ ശരീരം വിഘടിച്ച് പോകും. എൻട്രോപ്പി എന്ന് തന്നെ പറയാം. ഈ യുക്തിരേഖ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇത് സംബന്ധമായി. കൂടുതൽ അറിയണമെങ്കിൽ അതിലേക്ക് പോയാൽ മതി, ഞാൻ ഇവിടെ അധികം പോകുന്നില്ല. അപ്പം കാര്യം മനസ്സിലായല്ലോ. നാം ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ തന്നെയാണ്. അതാണ് പ്രാഥമികം. പിന്നെ മറ്റുള്ളതൊക്കെ വരും. അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചത് ഭക്ഷണമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 10,000 വർഷത്തിന് മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയെന്നറിയണം. അന്ന് കൃഷിയൊന്നുമില്ല. അന്ന് നമ്മുടെ പൂർവികർ ഇങ്ങനെ ചെറു കൂട്ടങ്ങൾ, ഒരു 10, 20, 30 വരെയൊക്കെയുള്ള ചെറു കൂട്ടങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതം. നമ്മൾ രാവിലെ പുറത്തിറങ്ങും ആഹാരം തേടി എന്ന് പറഞ്ഞാൽ കായും കനികളും കിഴങ്ങുകളും പഴങ്ങളും അതുപോലെ ഈ വിത്തുകളും ഇതൊക്കെ തേടിയിട്ട് നമ്മൾ ഇറങ്ങും. അങ്ങനെ അലഞ്ഞു നടങ്ങും. അനവധി കിലോമീറ്ററുകൾ ഒരു ദിവസം നടക്കണം. അപ്പോഴാണ് നമുക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടുക. ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. പിന്നെ വേട്ടയാടുമ്പോഴെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു സിംഹവും കടുവയും ചെയ്യുന്നത് പോലെ ഒരു മാനിൻ്റെയോ കാട്ടുപോത്തിൻ്റെയോ മേലെ ചാടി വീണ് നഖങ്ങൾ താഴ്ത്തി കഴുത്തിൽ ഈ പല്ലുകൾ കോമ്പലുണ്ടല്ലോ അത് താഴ്ത്തി അതിനെ കൊല്ലാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൃഗത്തെ ഓടിപ്പിക്കണം. കിലോമീറ്റർ കണക്കിന് മൃഗത്തെ ഓടിപ്പിക്കണം. ഓടിച്ച് മൃഗം തളരും. അപ്പോഴാണ് നമുക്ക് കൊല്ലാൻ പറ്റുക. മനുഷ്യന് അതേ സാധ്യമുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിൽ 10,000 വർഷത്തിന് മുമ്പുള്ള ഒരു ദിവസത്തിൽ നമ്മുടെ പൂർവികർ അനവധി സമയം ആഹാരത്തിന് വേണ്ടി ചെലവഴിക്കണം, സംഭരിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ നിലനിൽക്കണമല്ലോ. അത് കഴിഞ്ഞുള്ള ബാക്കി സമയം ഉണ്ടാവുമായിരിക്കും. ആ സമയത്ത് അതിന് വേണ്ട ടൂൾസ് നിർമ്മിക്കണം. കരിങ്കല്ല് കാണുന്നില്ല, അതുകൊണ്ട് സ്റ്റോൺ ടൂൾസ് എന്ന് പറയാം. ആ സാധനങ്ങൾ നിർമ്മിക്കണം. അപ്പോൾ ഒരു ദിവസത്തിൽ ഭൂരിപക്ഷം സമയവും മിക്കവാറും വൈകുന്നേരം വരെ തന്നെ അവർക്ക് ഈ പ്രക്രിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടർ, അതായത് ഭക്ഷണം എന്നുള്ളത് അവിടെ സന്നിഗ്ധമാണ്, എനർജി എന്നുള്ളത് സന്നിഗ്ധമാണ്. അവരുടെ മനസ്സിലെപ്പോഴും ആഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. കാരണം നാളത്തെ വഴിക്ക് ഒരു വഴിയില്ല അവർക്ക്. നമുക്കിന്ന് വീട്ടിൽ ചെന്നാൽ ഭക്ഷണമുണ്ട്, നാളത്തെ മറ്റന്നാളത്തെ ഒക്കെ ആവശ്യങ്ങളുണ്ട്. ഭക്ഷണമുണ്ട്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എനർജിയുടെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. പക്ഷേ 10,000 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ പൂർവികർക്ക് അത്തരം ഒരു സംവിധാനമില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഇതെങ്ങനെ സംഭരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ഒരു ദൈവം വരില്ല. ദൈവം വരണമെങ്കിൽ ഫ്രീ ടൈം വേണമെങ്കിൽ ഫുഡ് സർപ്ലസ് വേണം, ഭക്ഷ്യമിച്ചം വേണം. അതൊന്നും വേട്ടയാടി നടക്കുന്ന സമൂഹങ്ങളിലില്ല. മനുഷ്യൻ കഴിഞ്ഞ 3 ലക്ഷം വർഷം തൊട്ടാണ് പരിണമിച്ചു വരുന്നത്. മനുഷ്യൻ പരിണമിക്കാൻ തുടങ്ങുന്നത് കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ടാണ്. മിയോസിൻ യുഗം എന്ന് പറയുന്നത് ആ കാലത്താണ് പരിണമിച്ചു വരുന്നത്. അടുത്ത 3 ലക്ഷം വർഷം എത്തുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ വന്നു. പിന്നീട് കഴിഞ്ഞ 60,000 വർഷം തൊട്ട് പുറത്ത് കടന്നു. അതൊക്കെയാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ രേഖകൾ. പക്ഷേ ഈ കാലങ്ങളിലൊന്നും നമുക്ക് ഭക്ഷ്യമിച്ചമില്ല, ഫുഡ് സർപ്ലസ് ഇല്ല, ഭക്ഷ്യമില്ല. അതായത് എനർജി നമുക്ക് അസന്നിഗ്ധമാണ്. ഇത് നമുക്ക് അസന്നിഗ്ധമാണ്, നമുക്ക് ഉറപ്പില്ല, എപ്പോൾ വേണമെങ്കിലും കിട്ടും. അന്ന് സന്നിഗ്ധമാണ്, കിട്ടുന്നൊരു ഉറപ്പില്ല. പക്ഷെ 10,000 വർഷത്തിന് ശേഷം സ്ഥിതി പതിയെ മാറാൻ തുടങ്ങുകയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഭക്ഷ്യമിച്ചമാണ് അല്ലെങ്കിൽ ആഹാരമാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതുണ്ടെങ്കിലാണല്ലോ സന്ദേശങ്ങൾ എത്തുള്ളൂ. 10,000 വർഷം തൊട്ടാകുമ്പോൾ നാം കൃഷി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ പാഠപുസ്തകങ്ങളിലും മറ്റൊക്കെ വായിക്കുമ്പോൾ കൃഷി തുടങ്ങുന്നു എന്നുള്ളത് അതൊരു ലോക തട്ടിപ്പാണ്. കൃഷി തുടങ്ങുന്നുള്ളത് ശരിയാണ്, പക്ഷേ ലോകത്തിലെ എല്ലാ മനുഷ്യരും കൃഷി തുടങ്ങി എന്ന് അതിനർത്ഥമില്ല. ആകെ കൃഷി തുടങ്ങുന്നത് ഇറാനിൽ സാഗ്രോസ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ മാത്രമാണ് ആദ്യത്തെ കൃഷി തുടങ്ങുന്നത്. അത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാഖ്, തുർക്കി, സൗദി അറേബ്യ, പിന്നെ ലെബനൻ, ജോർദാൻ, സിറിയ, പിന്നെ ഇസ്രയേൽ, ഈജിപ്ത്, ഇത്രയും ഭാഗം കൂടി ചെയ്യുമ്പോൾ പോലെ വരും. ഇതാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ഭാഗത്താണ് ആദ്യത്തെ കൃഷി വരുന്നത്, മിഡിൽ ഈസ്റ്റിലാണ്. ഇവിടെയാണ് ആദ്യത്തെ കൃഷി വന്നത്. അതായത് 99% സമയത്തും മനുഷ്യൻ ആ കാലത്ത് ആഹാരം തേടി അലഞ്ഞു നടക്കുകയും വേട്ടയാടി ചെയ്യുകയായിരുന്നു. 1% സ്ഥലത്ത് മാത്രം കൃഷി.
പക്ഷേ ഈ ഒരു ശതമാനം കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പാഠപുസ്തകങ്ങൾ പഠിക്കാൻ തന്നെയാണ് മൊത്തം കൃഷി ആയതാണ്. മൊത്തം കൃഷി ആയിട്ടില്ല, വളരെ സാവധാനത്തിലാണ് വരുന്നത്. ഈ പ്രദേശത്ത് കൃഷി വന്നെങ്കിലും അവരുടെ ആവശ്യത്തിന് വേണ്ട ആഹാരം അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ മറ്റൊരു പോയിന്റും കൂടി ഉണ്ട്. കൃഷി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇഷ്ടംപോലെ ഭക്ഷണം നമുക്ക് ഇന്ന് ഉറപ്പുണ്ട്, നമ്മൾ കഴിച്ച് അടിച്ച് മിനിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ കൃഷിയെക്കുറിച്ച് ചിന്തിക്കില്ല. കൃഷി എന്ന് പറഞ്ഞത് നാം തേടി നടന്ന ആഹാരത്തെ നാം തന്നെ ഉൽപ്പാദിപ്പിക്കലാണ്. ഇവിടെയാണ് മനുഷ്യൻ്റെ സംസ്കാരം മാറുന്നതും മനുഷ്യൻ ഇന്നത്തെ നിലയിലേക്ക്, ഇന്നത്തെ വലിയ നിലയിലേക്ക് നാം ഉയരുന്നതും ഇവിടെയാണ്. ആഹാരം സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിത്തുകളാണ്, ധാന്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. പിന്നീട് ഒപ്പം തന്നെ കന്നുകാലി വളർത്തലുണ്ട്. അത് വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുന്നതിന് പകരം അവയെ വളർത്തി അതിൽ നിന്ന് പാലും പിന്നെ അവയെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ആ ഒരു സ്ഥിതിയാണ് നമുക്കുണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ. ഇത് 10,000 വർഷം തൊട്ട് തുടങ്ങുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ മാത്രമേ ഉള്ളൂ, അല്ല ഇറാനിൽ മാത്രമേ ഉള്ളൂ 10,000 വർഷം തൊട്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഭക്ഷണം കിട്ടും, അത് അവരുടെ ആവശ്യത്തിൽ തികയില്ല. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, അവർ വീണ്ടും കാട്ടിലേക്ക് പോകും, ആഹാരം തരയും, പിന്നെ വേട്ടയാടി പിടിക്കും. അങ്ങനെയൊക്കെ അന്നത്തെ ജീവിതം. അതുകൊണ്ടാണ് 10,000 വർഷം തൊട്ട് ഈ 5,000 വർഷം വരെയുള്ള കാലം, അതിനെ നമ്മൾ നവീന ശിലായുഗം എന്ന് പറയും, നിയോലിത്തിക് ഏജ് എന്ന് പറയാം. ഈ കാലത്തൊന്നും ദൈവമില്ല എന്ന് തുടക്കത്തിലേ തന്നെ പറഞ്ഞത്. കാരണം ഇവിടെ ഒന്നും മനുഷ്യന് ഫ്രീ ടൈം ഇല്ല. ആഹാരം തേടി ഇങ്ങനെ നടക്കണം. ഏറ്റവും പ്രഥമം ആഹാരമാണ്, എനർജിയാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു സമൂഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തിക്കാനുള്ള സമയമില്ല. അതാണ് പ്രശ്നം. പക്ഷേ പടിപടിയായിട്ട് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. 5,000 വർഷത്തിന് തൊട്ട് മുമ്പായിട്ട് ഫുഡ് സർപ്ലസിലേക്ക് വരുന്നു മനുഷ്യൻ. അത് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ്. ഈ സമയത്തുണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, മനുഷ്യ സമൂഹം 10,000 വർഷത്തിന് മുമ്പ് ഇങ്ങനെ അന്ന് ജാതി മതങ്ങളോ ഒന്നുമില്ല, ദൈവങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഈഗലിറ്റേറിയൻ, ഇങ്ങനെ സമത്വമായൊരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ 10,000 വർഷത്തിന് ശേഷം കൃഷി വന്നതോടുകൂടി നമ്മുടെ മട്ടുമ്പൊക്കെ മാറുകയാണ്. സാവധാനത്തിൽ നാം അസമത്വം വരുന്നു. ആദ്യം അസമത്വം വരുന്നു, സമത്വം പോയി അസമത്വം വരുന്നു, പിന്നെ അത് അടിമത്തത്തിലേക്ക് വരുന്നു. അടിമത്തം നമ്മളിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വെച്ചാൽ മതങ്ങളാണ് അടിമത്തം കൊണ്ടുവന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ശരിയല്ല കേട്ടോ. മതങ്ങളല്ല കൊണ്ടുവന്നത്, നാം തന്നെയാണ് കൊണ്ടുവന്നത്. മനുഷ്യൻ തന്നെയാണ്, നമ്മുടെ പൂർവികരാണ് അടിമത്തം കൊണ്ടുവന്നത്. പക്ഷെ അത് മതങ്ങൾ സമർത്ഥമായി ഭംഗിയായിട്ട് ഉപയോഗിച്ചു. അത് അവസാനം വരെ ഉപയോഗിച്ചത് ഇസ്ലാമാണ്. ഈ അടുത്ത കാലത്ത് 1963 അത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. 60 വർഷമായിട്ടുള്ളൂ അടിമത്തം അവിടെ അവസാനിച്ചിട്ട്. അതുവരെ ഈ വിക്കലും വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 5,000 വർഷം എത്തുമ്പോൾ ഈ പ്രക്രിയ വരുന്നു. ഇവിടെ അടിമയും ഇങ്ങനെ വരുമ്പോഴല്ല, അടിമയും ഉടമയും ഉണ്ടാവുകയാണ്. ഇങ്ങനെ സംഭരിക്കുക, അതായത് ഫ്യൂഡലിസം നമ്മളിപ്പോൾ പറയില്ലേ, മാർക്സിയൻ ചിന്തയിലൊക്കെ പറയുന്ന തരത്തിൽ തൊഴിലാളി മുതലാളി എന്നൊക്കെ സാധനമില്ല, അതൊക്കെ വരുന്നുണ്ട് അവിടെ. അതൊക്കെ മനുഷ്യൻ്റെ പൂർവ്വകാലത്ത് വന്നതാണ്. അപ്പോൾ ആഹാരത്തിൽ ഉണ്ടാകുന്ന വിളവിൽ ഭൂരിപക്ഷവും ഒരു വിഭാഗം തട്ടിയെടുക്കും. അപ്പോൾ അവിടെയാണ് അതാണ് ഈ ഫുഡ് സർപ്ലസിൽ നയിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിന്, ഒരു ചെറിയ ഗ്രൂപ്പിന് അവരുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായതിനും കൂടുതൽ ആഹാരം ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഫുഡ് സർപ്ലസ് വരുന്നത്, ഭക്ഷ്യമിച്ചം വരുന്നത്. അപ്പോൾ ഈ ഭക്ഷ്യമിച്ചം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പേർക്ക് ആ കൃഷി എന്ന കഠിന പ്രയത്നം ഉണ്ടല്ലോ, അതിലേക്ക് ഏർപ്പെടാതെ മാറി നിൽക്കാൻ പറ്റും. ഈ മാറി നിൽക്കുമ്പോഴാണ് അധ്വാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ അന്നത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വ്യവസ്ഥാപിത കൃഷിയൊന്നുമല്ല, പ്രാകൃത രീതിയിലുള്ള കൃഷിയാണ്. അതിലേക്ക് ഏർപ്പെടാതെ മാറി നിൽക്കാൻ പറ്റും ഈ ഒരു കുരുഗ്രൂപ്പിന്. അവിടെ ഫ്രീ ടൈം വരുന്നു, വിശ്രമ സമയം വരുന്നു. ഈ വിശ്രമ സമയത്താണ് ചിന്തിക്കാനുള്ള അവസരം വരുന്നത്. ചിന്തിക്കാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നു. അതിൽ ഈ ഫ്രീ ടൈമുള്ളവർ ചിന്തിക്കുന്നു, അടിമകളും അസമത്വത്തിലുള്ളവരൊക്കെ അവിടെ പോയി പണിയെടുക്കുന്നു. ചിന്തിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ 5,000 വർഷത്തിന് തൊട്ട് മുമ്പ് വരുന്നുണ്ട്, ഇതൊക്കെ ഞാനൊക്കെ എങ്ങനെയുണ്ടായി, അതുപോലെ മറ്റു മനുഷ്യരെങ്ങനെയുണ്ടായി, ഈ മറ്റു ജീവികൾ എങ്ങനെയുണ്ടായി, ആകാശം ഭൂമി, അന്ന് പ്രപഞ്ചം എന്ന അറിവില്ല, അതൊക്കെ എങ്ങനെയുണ്ടായി എന്നുള്ള ചിന്തകൾ അവർക്ക് വരികയാണ്. അതിന് ഉത്തരമില്ല അവർക്ക്. അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഉത്തരമില്ല. അതിന് ഉത്തരം ഇന്നലെ വരുള്ളൂ. പക്ഷെ അവർക്ക് ഉത്തരം ഉണ്ടാക്കേണ്ടി വരുന്നു. അതാണ് അവർ ചിന്തിക്കുന്നു. ആ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ, ഉണ്ടാക്കർ എന്നൊരു ഒരു പുതിയൊരു പദം വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് ഉണ്ടാക്കർ അല്ലേ? അജേഷൻ അറിയാലോ, ഉണ്ടാക്കർ. അത് മറ്റേ ഉസ്താദാണ് കൊണ്ടുവന്നത്, ഉണ്ടാക്കർ എന്നുള്ള പദം. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു ആശയത്തിന്, അതായത് ഇതുണ്ടാക്കുന്ന ഒരു ഈ
ആ ആശയം അത് ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ടെന്നുള്ള ആശയം വന്നപ്പോൾ ആ ആശയത്തിന് ഒരു ശബ്ദം കൊടുത്തു. അതാണ് ദൈവം. അതാണ് ദൈവം. അതായത് ഫുഡ് സർപ്ലസ് ഉണ്ടായി, അതിൻ്റെ ഫലമായി നമുക്ക് ചിന്തിക്കാനുള്ള സമയം വന്നപ്പോൾ ദൈവം വരുന്നു. മറ്റ് പല വിഭാഗങ്ങളായിട്ട് വരുന്നു, തൊഴിലുകളും അവിടെ വികസിച്ച് വരുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ ചരിത്രത്തിൽ ദൈവം വരുന്നത്. ഇത് വരുന്നത് മെസ്സോപ്പൊട്ടോമിയയിലാണ്. മെസ്സോപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ ടൈഗ്രിസ് നദിക്കും യൂഫ്രട്ടീസ് നദിക്കും ഇടയിലുള്ള ഒരു ഡെൽറ്റ പ്രദേശമാണ് ഈ പറഞ്ഞ മെസ്സോപ്പൊട്ടോമിയ. അവിടെയാണ് ആദ്യത്തെ ദൈവങ്ങൾ വരുന്നത്. ചരിത്രത്തിൽ ആദ്യത്തെ ദൈവങ്ങൾ വരുന്നത് കഴിഞ്ഞ 5000 വർഷം തൊട്ട് മെസ്സോപ്പൊട്ടോമിയയിലാണ്. അതിനു മുമ്പ് ചരിത്രത്തിൽ ദൈവങ്ങളില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ദൈവം വരുന്നു. അങ്ങനെ ഈ എൻലിൽ, ഈ പിന്നെ ഇയ എന്നൊക്കെയാണ് ആദ്യകാല ദൈവങ്ങളുടെ പേര്. ഇത് 1925 ലിയോണാർഡോ ബോളി എന്ന് പറഞ്ഞൊരു ആർക്കിയോളജിസ്റ്റാണ് ഇത് ആദ്യം അവിടെ അത് വെളിവാക്കപ്പെടുന്നത്. പിന്നീട് പല ഗവേഷണ ഫലമായിട്ട് ഒരുപാട് പുതിയ അറിവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ദൈവം വന്നു. അത് ബഹുദൈവങ്ങളാണ്. പിന്നെ എവിടെയൊക്കെ നാഗരികത വന്നുവോ അവിടെയൊക്കെ മതങ്ങളും ദൈവങ്ങളും പിശാചികളും ചെകുത്താന്മാരും വരികയാണ്. ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യം ഈജിപ്തിൽ വരുന്നു, പിന്നെ ഇന്ത്യയിൽ വരുന്നു, പിന്നെ ഗ്രീസിൽ വരുന്നു, പിന്നെ റോമിൽ വരുന്നു, അല്ലേ? ആ മിഡിൽ ഈസ്റ്റിന് ചുറ്റുള്ള പ്രദേശങ്ങളായിട്ടുണ്ട് ആദ്യം വരുന്നത്. സംഗതി എന്താണ്? ഫുഡ് സർപ്ലസ്, ഭക്ഷ്യമിച്ചം വരുന്നതിൻ്റെ ഫലമായി ഈ ദൈവങ്ങളും ഇതൊക്കെ വരുന്നു. അങ്ങനെ അവർ കഴിഞ്ഞൊരു 2000 വർഷത്തോളം ഈ ബഹുദൈവങ്ങളുടെ ഒരു പ്രളയമായിരുന്നു. അത് 2000 വർഷം എന്ന് പറഞ്ഞാൽ അവരുടെ ആ കാലം. അപ്പോഴേക്കും കഴിഞ്ഞ 3000 വർഷം തൊട്ട് ചരിത്രം മാറുകയാണ്. ഇനി ഏകദൈവങ്ങളുടെ കാലമാണ്. 3000 വർഷം തൊട്ട് ഏകദൈവങ്ങൾ രംഗത്ത് വരുന്നു. ആദ്യമായിട്ട് ഏകദൈവം വരുന്നത് നമ്മുടെ ഇന്നത്തെ അറിവിലെ ഏകദൈവം ജൂതദൈവമാണ്, യഹോവ. ഇവിടെ വരുമ്പോഴാണ് ഇത് മറ്റുള്ള, അതായത് ഈ കാർഷിക വൃത്തിക്കൊപ്പം തന്നെ മറ്റു പല തൊഴിലുകളുണ്ടല്ലോ, ആ തൊഴിലുകൾ പോലെ തന്നെ ദൈവവും ഒരു തരം തൊഴിലായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. കൃഷി ഫീൽഡിൽ നടക്കുമ്പോൾ ദൈവകൃഷി നമ്മുടെ മനസ്സിൽ നടക്കുന്നു. ഇങ്ങനെയാണ് ഈ ദൈവങ്ങളുടെ ഈ വ്യാപനവും മറ്റും സംഭവിക്കുന്നത്. അതിന് 3000 വർഷം എത്തുമ്പോൾ ആദ്യത്തെ ഏകദൈവം വരുന്നു. അതാണ് യഹോവ. ഇങ്ങനെ വരുമ്പോഴേ ഒരു പുതിയൊരു തൊഴിലവസരം അവിടെ വരികയാണ്. അതായത് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ഈ ഒറ്റ ദൈവം വരുമ്പോൾ ആ ഒറ്റ ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു വകുപ്പുണ്ട്, ഒരു തൊഴിലവസരം ഉണ്ട് അവിടെ. മറ്റേത് അങ്ങനെയല്ലല്ലോ, ബഹുദൈവങ്ങൾ അങ്ങനെയല്ല, ഇഷ്ടംപോലെ ദൈവങ്ങൾ. അപ്പോൾ ആ തോന്നിയ പോലെ പുസ്തകങ്ങൾ, തോന്നിയ പോലെ സംസ്കാര രീതികൾ അതൊക്കെയായിരുന്നു. പക്ഷേ ഇനി പറ്റില്ല. ഒറ്റ ദൈവം, ഒറ്റ പുസ്തകം, ഒറ്റ മതം, ആ തരത്തിൽ വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പുതിയൊരു തൊഴിലവസരം വരുന്നത്. അങ്ങനെയാണ് പ്രവാചകന്മാരുടെ പിറവി. ഈ പ്രവാചകന്മാർ കഴിഞ്ഞ 3000 വർഷം തൊട്ട് വരികയാണ്. നമ്മൾ ബൈബിളിലാണ് ഏറ്റവും കൂടുതൽ, 64 പ്രവാചകന്മാർ അതിനകത്തുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ആയിട്ട്. ഇവന്മാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ അവരുടെ കൂട്ടങ്ങളിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതവർ ആധികാരിക സാധനമായിട്ട് അവർ ജീവിക്കുക. അങ്ങനെ ആ കാലത്ത് നമ്മളിത് മനസ്സിലാക്കുമ്പോഴേ ആ കാലത്തേക്ക് പോയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരരുത്, ആ കാലത്ത് പോയി ജീവിക്കണം, അല്ല മനസ്സിലാക്കണം. അങ്ങനെ ആ ദൈവങ്ങൾ അവരെ ഭരിക്കാൻ തുടങ്ങുകയാണ്. ഒരു അതിപ്രധാനമായ ഒരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കണം. ഇപ്പം ബൈബിളാവട്ടെ, ഖുറാനാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീത ആവട്ടെ, ഭഗവത്ഗീതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നേരിട്ട് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. അർജുന പാണ്ഡവ കൗരവ യുദ്ധം നടക്കുമ്പോൾ അവിടെ നിന്ന് അർജുനനെ യുദ്ധം ചെയ്യാൻ പ്രചോദിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, അങ്ങേര് നേരിട്ട് അർജുനെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ ഭഗവത്ഗീത എന്നുള്ളത്. ഇതടക്കം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്ക്. ഇപ്പം നമുക്ക് ഖുറാൻ തന്നെ എടുത്താൽ മതി. ഖുറാനിൽ 6326 ദൈവിക സന്ദേശങ്ങളുണ്ട്, ആയത്തുകളുണ്ട്. ചിന്തിക്കുക, ഇതിൽ ഒരു വാക്ക് പോലും, ഒരാശയം പോലും, മനുഷ്യൻ നിർമ്മിക്കാത്ത ഒരാശയം പോലും അതിനകത്തില്ല. നാം നിർമ്മിക്കാത്ത, നാം ചിന്തിച്ച് ഉൽപ്പാദിപ്പിക്കാത്ത ഒരു ആശയം പോലും ഈ ഗ്രന്ഥങ്ങളിലില്ല.
ഈ ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് മനുഷ്യൻ നിർമ്മിച്ച ആശയങ്ങളുടെ സമാഹാരം മാത്രമാണ്. ആ ആശയങ്ങൾ എടുത്തിട്ട് ഇവർ വാചകങ്ങളാക്കുകയാണ്. അതായത് ഖുറാനിലെ ആയത്ത് എന്ന് പറഞ്ഞാൽ അത് അവനവൻ ആയത്താണ്, അവനവൻ ആയത്താണ്. അത് മുഹമ്മദിൻ്റെ തലയിൽ വിരിഞ്ഞ ആശയങ്ങളാണ്. മുഹമ്മദ് ആ കാലത്ത് മിഡിൽ ഈസ്റ്റിൽ സഞ്ചരിച്ചിരുന്നു, സിറിയയിലേക്കും അങ്ങനെ ഈ സൗദിയിലും പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. അങ്ങനെ കുറേ കഥകൾ കിട്ടുന്നുണ്ട്. ഒരു ആശയം, ഒരു സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് വളഞ്ഞ ഏത് വഴി ഏർപ്പെടുന്ന ഒരാൾക്കും പുതിയ ആശയങ്ങൾ കിട്ടും. അത് ചിന്തിക്കുമ്പോൾ ആശയങ്ങൾ കിട്ടും, കുറേ അറിവുകളും കിട്ടും. പിന്നെ കുറേ ഇങ്ങനെ കഥകൾ കേട്ടുള്ള അറിവുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ അവനവൻ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ആശയങ്ങളെ ദൈവത്തിൻ്റെ ആശയങ്ങളെന്നും പറഞ്ഞ് ഈ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നത്. ഇത് നോക്കുക, നാം ഇന്നോളം നിർമ്മിക്കാത്ത ഒരു ആശയവും ബൈബിളിലോ ഖുറാനിലില്ല. ഉണ്ടോ? ചിന്തിച്ചു നോക്ക്. നമ്മൾ ഭാഷ എങ്ങനെ വന്നു ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് നാം ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന പൊട്ടത്തരങ്ങളെ നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വന്നത്. ഇതാണ് വസ്തുത. ഒരു എല്ലാ വാക്കുകളും നാം സൃഷ്ടിച്ചതാണ്. ബേസായി പറഞ്ഞില്ല, മനുഷ്യനാണ് ഭാഷ നിർമ്മിച്ചതെന്ന്. അപ്പം അതിൽ നിന്നും തന്നെയാണ് ഈ മുഹമ്മദ് ആയാലും ബൈബിളിലെ പ്രവാചകന്മാരായാലും ഈ ഭഗവത്ഗീത എഴുതിയ വേദവ്യാസനായാലും നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ ഭാഷയിലുള്ള പദങ്ങളും ആശയങ്ങളും എടുത്തിട്ട് അവരുടേതായ രീതിയിൽ എഴുതി വെച്ചപ്പോൾ അത് ഒരു ഭാഗത്ത് ദൈവിക വചനങ്ങളായി ബൈബിളിൽ ചെന്നപ്പോൾ, മറ്റോടത്ത് ദൈവിക സന്ദേശങ്ങളായി, ഇതിൽ നേരെ പറഞ്ഞു കൊടുക്കുന്നതായി. ഇത്രയുള്ള സംഭവം. അല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു ആശയവും അതിനകത്തില്ല. ഇത് പരിപൂർണമായും മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ടാണ് ഇത് ഉഡായിപ്പ് എന്ന് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഡായിപ്പ് എന്ന് ചോദിച്ചാൽ ദൈവവും ദൈവിക സന്ദേശങ്ങളുമാണ്. ഒരു സംശയം വേണ്ട. അത് ചിന്തിക്കുമ്പോഴാണ് കേട്ടോ ഉത്തരം കിട്ടുന്നത്. ചിന്തിക്കുമ്പോൾ, അതായത് ആ കാലത്തെ മനുഷ്യർ അവരുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അത് അവരുടെ ജീവിതമാണ്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാം 21 നൂറ്റാണ്ടിലെ ജീവിക്കുന്നത് നമുക്ക് അവിടെ പോയി ജീവിക്കാൻ പറ്റുകയാണ്. അത് അവരുടെ ജീവിതം, നമുക്കത് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷേ ആ കാലത്തെ ഈ ദൈവം സാധനങ്ങളുള്ള അറിവുകളൊക്കെ ഇന്ന് ചീഞ്ഞളിഞ്ഞതാണ്. നമുക്കിന്ന് ആവശ്യമില്ല. ഇവിടെ നമുക്ക് സയൻസ് ഉണ്ട്, നമുക്ക് എല്ലാവിധ അറിവുകളും ഉണ്ട്. അപ്പോൾ ഭൂതകാല അറിവുകൾ ആണ് ഇവിടെ കയറി ഭരിക്കുന്നത്. അപ്പോൾ ഇത് ഉടായിപ്പല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഉടായിപ്പല്ലേ അത്? അതാണ് സത്യം. ഇനി ഇവരുടെ ഈ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചു പോകുമ്പോഴുണ്ടല്ല, നമുക്ക് കൃത്യമായി വരികൾക്കിടയിൽ വായിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പം വെള്ളം വീഞ്ഞാക്കൽ, അതുപോലെ ഈ ചന്ദ്രനെ പിളർത്തൽ. ചന്ദ്രനെ പിളർത്തുക, ഇന്ന് നമുക്ക് ചിരി വരില്ലേ? 3,84,000 ചില്ലാനും കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനുള്ളത്. ഭൂമിയുടെ ഉപഗ്രഹമാണിത്. ആ ഉപഗ്രഹത്തെ പിളർത്തണമെങ്കിൽ എന്തായാലും ഇവിടുന്ന് കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കണ്ടേ? കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ആ ചന്ദ്രൻ ആദ്യം കണ്ട സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ എവിടെ കാലെടുത്ത് വയ്ക്കും? അപ്പോൾ പിളർത്തിന്നാണ്. അപ്പോൾ അതൊരു വിശ്വാസം. അതുപോലെ 7-ാം ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി. 7-ാം ആകാശത്തിൻ്റെ അപ്പുറത്ത് ഒരു കഴുതപ്പുറത്ത്. ഇന്നിപ്പോൾ ഭയങ്കര ട്രോളുകളല്ലേ അതൊക്കെ. കഴുതപ്പുറത്ത് ഒരു അറബി ഇരുന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണണം, ചിരി അടക്കാൻ പറ്റില്ല നമുക്ക്. ഇതെന്താണ് സംഭവം? ഇതെന്താണ് കാര്യം? ഇതൊക്കെ ആ കാലത്തെ അറിവുകളാണ്. അങ്ങനെ പോയി ഒരിക്കലും പോകാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പോകാൻ പറ്റില്ല. അതൊക്കെ അവരുടെ ആ കാലത്ത് അതൊക്കെ അവർ വിശ്വസിക്കും. പക്ഷെ ഇന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് സയൻസ് ഉണ്ട്, അതാണ് കാര്യം ഇല്ലേ? അപ്പോൾ നമ്മളിതിൻ്റെ ഇത് നമുക്ക് ആദ്യം നീട്ടണ്ട, അവസാനിപ്പിക്കാം. ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാലികമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അകാലികമായിട്ട് ഒന്നുമില്ല. ഒരറിവും അകാലികമായിട്ടില്ല. എല്ലാം കാലികമാണ്. എല്ലാം കാലത്തിന് വേണ്ടിയിട്ടാണ്. നാം ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു 50 വർഷം 100 വർഷം കഴിഞ്ഞ് ഉണ്ടാവുന്ന ഒരു തലമുറയ്ക്ക് നമ്മുടെ ഇന്നത്തെ അറിവൊന്നും വേണ്ട. നമ്മുടെ ഇന്നത്തെ അറിവ് വേണ്ട. നമ്മളിപ്പോൾ ഒരു 300 വർഷം മുമ്പത്തെ കാലത്തെ അറിവുകൾ വില എടുക്കുന്നുണ്ടോ? ഇല്ല. അതെടുത്തിട്ട് നമുക്കിന്ന് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ നാം ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളാണ്. കാരണം ഈ ഒരു മൈക്കോ ഈ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ അന്നൊരു 200 വർഷം മുമ്പ് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണ്? നാം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നിരവധി അറിവുകളെ പരിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതാണ്. അപ്പോൾ എല്ലാം കാലികമാണെന്ന് പറയുന്നത്. ഈ ദൈവിക വചനങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ അത് ആ കാലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കാലികമാണത്. അകാലികമായിട്ട് ഒന്നുമില്ല. അകാലികമായിട്ട് ഒന്നുമില്ല. ഇപ്പം നമ്മളിവിടെ പറഞ്ഞാലും എല്ലാം നമുക്ക് വേണ്ടി മാത്രമാണ്. ഭാവി തലമുറ അത് എടുക്കില്ല. അതിന് നിഷ്കരണം ചവറ്റുകൊട്ടയിൽ എറിയും.
അതുപോലെ നിഷ്കരണം ചവറ്റുകൊട്ടയിൽ എറിയേണ്ട ഒരു സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ ഇത് ദൈവിക സന്ദേശങ്ങൾ എന്നുള്ളത്. നമ്മൾ ഈ വശത്തു കൂടെ ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. ഇനി പ്രധാനപ്പെട്ട ഒരു 2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുണ്ടാവാത്ത? ഇന്ന് എന്തുകൊണ്ട് പ്രവാചകന്മാരുണ്ടാവുന്നില്ല? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതുണ്ടായ കാലത്തുള്ള തൊഴിൽ അവസരങ്ങളല്ല ഇന്നുള്ളത്, ജീവിതമാർഗമല്ല ഇന്നുള്ളത്. ഇതുണ്ടായി ഇപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഇസ്ലാം മതം ഉണ്ടാക്കുന്ന കാലത്ത് അതൊരു തൊഴിലാണ് അദ്ദേഹത്തിൻ്റെ. ആ തൊഴിലവസരങ്ങളല്ല ഇന്നുള്ളത്. കാരണം അന്നത്തേക്കാൾ ദശലക്ഷക്കണക്കിന് തൊഴിലുകൾ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് ആ ഉടായ്പ പരിപാടിയും കൊണ്ട് ആരെങ്കിലും ഇറങ്ങിയാൽ അവനെ നമ്മൾ കവള മടലെടുക്കും. കാരണം ഇന്ന് ആവശ്യമില്ല. അതാണ് അതിൻ്റെ കാരണം. ഇതുണ്ട്, തൊഴിലവസരങ്ങളാണത്. പക്ഷേ ആ ഭൂതകാല അറിവുകൾ നമ്മൾ ഇന്നും ഭരിക്കുന്നത് കൊണ്ടാണ് സ്നാപക യോഹന്നാൻ എന്നിട്ട് അയാൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആൾ, പിന്നെ നമ്മുടെ പല മതങ്ങളുടെയും ആചാര്യന്മാർ, അവരൊക്കെ കോടീശ്വരന്മാരെ ഇരിക്കുന്നതിൻ്റെ ഗുട്ടൻസ് ഇതാണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. മതം ഒരു ബിസിനസ്സാണ്. ഇതാണ് അതിൻ്റെ സത്യം. ഇനി ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. മതം രോഗമാണ്. മതം വിശ്വാസം ഈ പറയുന്ന ദൈവിക സന്ദേശങ്ങളിലൊക്കെ നിങ്ങൾ വിശ്വസിച്ച് പോയാൽ അത് നിങ്ങളെ രോഗികളാക്കും. പരിണാമപരമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാ ജീവികളെ പോലെ മനുഷ്യൻ പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ മതം നമുക്ക് അനവധി പുതിയ രോഗ അവസരങ്ങൾ തരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാലേ ഇപ്പം നമുക്ക് ഖുറാനത്തിന് എടുക്കാം. ഖുറാൻ എങ്ങനെ ഇന്നും നിലനിൽക്കുന്നതെന്നറിയോ? അതിൻ്റെ പ്രധാന കാരണം അതിലെ നരകവർണ്ണനകളാണ്. വായിച്ചു നോക്കണം നിങ്ങളത്. അതിലെ നരകവർണ്ണനകൾ ഈ കെട്ടിടങ്ങളുടെ അത്രയ്ക്ക് ഉയരത്തിലാണ് നരകത്തിലെ അഗ്നിപ്രളയം. അവിടെ നാം മരിച്ചു ചെന്നാൽ അങ്ങേര് നമ്മെ വിചാരണ ചെയ്തിട്ട് ഇതിലിടും വെച്ചാൽ അവിടെ ഭൂമിയോളം വലിപ്പമുള്ള ഒരു ചീഞ്ചട്ടിയിൽ അങ്ങേര് എണ്ണയും തിളപ്പിച്ചിരിക്കുക. നമ്മളെ കിട്ടിയ വഴിക്ക് അതിലിട്ടിട്ട് പൊരിക്കുമ്പോൾ നമ്മുടെ തൊലിയൊക്കെ തൊലി കരിയുമ്പോൾ വീണ്ടും തൊലികൾ വെച്ച് തരും. അങ്ങനെ ആ തീവ്രവേദന അനവധി കാലങ്ങളോളം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. ഈ ഒരു ചിത്രം, ഞാനിപ്പോൾ പറഞ്ഞൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും, മാനസിക പിരിമുറുക്കം മാനസിക സമ്മർദ്ദം ഉണ്ടാവും. മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ മനുഷ്യനിൽ സസ്തനികൾക്ക് പൊതുവെയുള്ള ഒരു രീതിയുണ്ട്. അവരുടെ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മെക്കാനിസം. ഒരു അപകടാവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഒന്നുകിൽ ഓടിപ്പോവുക, അല്ലെങ്കിൽ അതിനെ നേരിടുക. ഇപ്പം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരു ചലച്ചിത്രം പോലെ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയോ? ഈ ഫ്ലൈറ്റ് ആൻഡ് മെക്കാനിസം ഓണാവും. അതായത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നതിന് പറയാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ സ്ട്രെസ് ഹോർമോണുകൾ റിലീസാവും. അതാണ് നമ്മുടെ ഈ അഡ്രിനാലിനും പിന്നെ കോർട്ടിസോൾ എന്നൊക്കെ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺ. ഇത് ഭയങ്കര അപകടമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ പഴയ കാലത്താണെങ്കിൽ നമ്മൾ മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി മൃഗങ്ങൾ വരുമ്പോഴാണ് ഇത് ഉണ്ടാവുക. സിംഹങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഉണ്ടാകുന്നത്. നാം ഓടിക്കഴിഞ്ഞാൽ രക്ഷയില്ല. അത് ആ അഡ്രിനാലിൻ്റെ ഒക്കെ ഇത് അവിടെ ന്യൂട്രലാവും, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ചിന്തകൾ വരുമ്പോൾ ഈ കാലത്തിലൊക്കെ ഉരുളിയിലിട്ട് പൊരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെ മനസ്സിൽ വരുമ്പോൾ ബ്രെയിൻ അങ്ങനെ ചിന്തിക്കും, നമ്മളിപ്പോൾ ഒരു അപകടാവസ്ഥയിലാണ്, രക്ഷപ്പെടണം. ഉടനടി ഈ പറയുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓണാവുകയും സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ കിടന്നാൽ അവിടെ ദീർഘമായി കെടുക്കുകയാണ്. അതിൻ്റെ ഫലമായി അത് നമുക്ക് വീക്കം ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ. ഈ ഇൻഫ്ലമേഷൻ തുടർന്നാൽ അത് മാരക രോഗങ്ങളുടെ വഴി തുറക്കലാണ്. ഒരുപാട് മാരക രോഗങ്ങളുടെ വഴി തുറക്കലാണ്. ചെറിയ പനി തൊട്ട് ക്യാൻസർ വരെ എല്ലാം അതിനകത്ത് വരും. ചിന്തിക്കുക, മതം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സാധനമുണ്ട്, സ്ട്രെസ് ഉണ്ട്. നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടെന്നുള്ളത് തന്നെ പരിണാമത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഭാഗം കൂടെ പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ച് പഠിച്ചാൽ ശരിക്കും മനസ്സിലാവും. മനുഷ്യൻ പരിണമിച്ച് വന്നതിൻ്റെ അസന്നിഗ്ധമായ തെളിവാണ് ഈ സ്ട്രെസ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിടെയാണ് മതം അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സംഗതികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട്
ഈ ദൈവിക സന്ദേശങ്ങൾ കൂടുതൽ അപകടമാണ്. പരമാവധി ഒഴിഞ്ഞു മാറാൻ താല്പര്യമുള്ളവർ ഒഴിഞ്ഞു മാറുക. എനിക്കോ ഇവിടെ ഇരിക്കുന്ന മറ്റു യുക്തിവാദികൾക്കോ ഈ പ്രശ്നങ്ങളില്ല. കാരണം ഞങ്ങൾ ഈ ദുരിതാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ അപകടമൊന്നുമില്ല. സ്വാഭാവികമായ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ, മതപരമായ സ്ട്രെസ്സ് ഞങ്ങൾക്കില്ല. അതുപോലെ എല്ലാവരും ആകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഒന്നേ ചെയ്യാനുള്ളൂ, പഠിക്കുക. ആരും പറഞ്ഞു തന്നത് എടുക്കണ്ട, പഠിക്കുക. ഞാൻ നിർത്തുന്നു.